Hi guys, good morning. So I thought about posting a day in my life. I'm having a jaladosh and kind of a bunny. Wow, time is 8:53. We have no college because we don't go college. Let me just wash up first. Hello guys, സുഖമാണോ നിങ്ങൾക്ക്? So I did this funky nails this time. രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഒട്ടും എനർജി കാണത്തില്ല. ഞാൻ ഒരിക്കലും രാവിലെ എണീക്കുന്നത് ഗെറ്റ് അപ്പ് സൺഷൈൻസ് എന്നും പറഞ്ഞുകൊണ്ടല്ല, ഞാൻ അയ്യോ ചത്ത് എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും എണീക്കുന്നത്. ആസ് യൂഷ്വൽ ഇന്ന് ഞാൻ അങ്ങനെ തന്നെയാണ് എണീറ്റിരിക്കുന്നത്. പ്ലസ് എനിക്കാണെങ്കിൽ ജലദോഷവും പനി തുടങ്ങിയിട്ടില്ല, ജലദോഷമുണ്ട്. എൻ്റെ സൗണ്ടൊക്കെ വലിയ ഡിസ്കംഫർട്ട് ആണുള്ളത്. ആസ് യു ക്യാൻ സീ എൻ്റെ മുഖത്തൊക്കെ ഫുള്ള് കുരു വന്നിട്ടാണ് ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ സ്കിൻ കെയർ ചെയ്താൽ ഈ ഹോർമോണൽ ഇഷ്യൂസ് കാരണം വരുന്ന കുരു നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഓൾസോ എൻ്റെ പീരീഡ് ജസ്റ്റ് കെയിം ആൻഡ് വൈൻഡ് ഓഫ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സ്ട്രെസ്സും കൂടുതലാ, കുരുവും കൂടുതലാ മുഖത്ത്. ഐ ആം ടയേർഡ് വെരി മച്ച്. ഈ രാവിലെ എന്തോ പറയണമെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ എൻ്റെ ഉറക്കത്തിൽ നിന്ന് ഇതുവരെ എണ്ണീറ്റിട്ടില്ല. എനിക്ക് വയ്യ. ഫേസ് വാഷ് ചെയ്ത് ഞാൻ കുറച്ച് ടോണറും സിറവും കൂടെ ഫേസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോയി. ഓവറായിട്ട് ഞാൻ സ്കിന്നിനെ ഭയങ്കര ഹെവി സ്കിൻ കെയറോ അല്ലെങ്കിൽ ഓവർ കോസ്മെറ്റിക്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇനിയും ബ്രേക്ക് ഔട്ട്സ് വരും. അതിലായിട്ട് ബെറ്റർ ഞാൻ ഒരുപാട് ചെയ്യാത്തതാണ്. സോ ദിസ് ടോണർ ആൻഡ് സിറം കുറച്ച്. നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ മഴയൊക്കെ ഉണ്ട്. പിന്നെ മഴയ്ക്ക് തോന്നണം പെയ്യണമെങ്കിൽ. വെതറിനകത്ത് എല്ലാ ദിവസവും മഴ കാണിക്കുന്നുണ്ട്, ബട്ട് മഴ വരുന്നത് തിരിച്ചും മഴയുടെ ഇഷ്ടപ്രകാരം മാത്രം. Now let's go make some coffee. എൻ്റെ കിച്ചൺ നല്ല ഒന്നാന്തരം കോലത്തിലാണ് കിടക്കുന്നത്, നല്ല ഒന്നാന്തരം കോലത്തിൽ. അതുകൊണ്ട് കഴിക്കുന്നില്ല. പിന്നെ മേക്കിംഗ് കോഫി ആൻഡ് യുനോ വാട്ട്, ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു ഇതില്ല. സോ ഞാൻ ആൻറ്റിയോട് ചോദിച്ചു നോക്കട്ടെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ എന്ന്. രാവിലെ കോഫി ഒന്നും കുടിക്കാറില്ല. അങ്ങനെ ഇൻ കേസ് ഞാൻ കുടിക്കുവാണെങ്കിൽ തന്നെ എനിക്ക് മിൽക്ക് കോഫി ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. കുടിക്കുവാണെങ്കിൽ ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ, അത് മാത്രമേ ഞാൻ കുടിക്കത്തുള്ളൂ. ആൻഡ് ഐ തിങ്ക് ഫ്രിഡ്ജിൽ ബ്രെഡ് ഉണ്ട്. ലെറ്റ് മീ ചെക്ക്. ബ്രെഡ് ഉണ്ട്, ബട്ട് ബ്രെഡ് ഈസ് ഗുഡ് ഓർ നോട്ട് എന്ന് ദൈവത്തിനായി പ്ലീസ് ഗോഡ് പ്ലീസ്. ഇത് യൂസ് ചെയ്യാവുന്നത് 19/5/2025. ഇന്ന് 20/5/2025. വാവ്. അല്ലെങ്കിലും ദൈവങ്ങളൊക്കെ എൻ്റെ കൂട്ടത്തിലാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്തെടുക്കണമെന്ന് പറഞ്ഞാൽ ആൻറ്റി ഫുഡ് കൊണ്ടുവരുന്നവരെ വെയിറ്റ് ചെയ്യണം. വേണമെങ്കിൽ കുറച്ച് ചപ്പാത്തിക്ക് ഉണ്ടാക്കാം, പക്ഷേ എനിക്ക് വയ്യ. ഓക്കെ, ഒത്തിരി കമൻസിൽ ഞാൻ കണ്ടായിരുന്നു വെയിറ്റ് ലോസ് ജേർണി ഇടാൻ വേണ്ടിയിട്ട്. ദിസ് ഇസ് ദ റീസൺ വൈ ഞാൻ വെയിറ്റ് കുറയുന്നത്. രാവിലെ ഞാൻ മര്യാദയ്ക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, മര്യാദയ്ക്ക് ഒരു ലഞ്ച് കഴിക്കില്ല, മര്യാദയ്ക്ക് ഒരു ഡിന്നർ കഴിക്കില്ല. ഞാൻ എൻ്റെ തോന്നി മാസം ചെയ്യും ആൻഡ് ഐ വിൽ ലോസ് വെയിറ്റ്. അങ്ങനെയാണ് ഞാൻ വെയിറ്റ് ലോസ് ചെയ്തത്. ഇൻ കേസ് ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് എടുത്തെന്ന് വെച്ചോ, കൂടിപ്പോയാൽ 3 ദിവസം, അതിനപ്പുറത്തേക്ക് അത് നീണ്ടു പോകുന്നില്ല. എന്തോ ഡയറ്റിൽ ഞാനും ചേർത്തുമില്ല. ഡയറ്റ് എടുത്ത് വെയിറ്റ് കുറച്ച ഹിസ്റ്ററി എൻ്റെ ജീവിതത്തിലില്ല. ട്രസ്റ്റ് മീ ഗൈസ്, ലിവിങ് ഇൻ ഇന്ത്യ ഇസ് വെരി ചലഞ്ചിങ്. വീട്ടിലാണെങ്കിൽ നമുക്ക് സമയം ചായ വെച്ച് തരാൻ ആൾക്കാരുണ്ട്, കുടിപ്പിക്കാൻ ആൾക്കാരുണ്ട്, ഭക്ഷണം ഉണ്ടാക്കി തരാൻ ആൾക്കാരുണ്ട്. സോ കോഫി ഈസ് റെഡി. നൗ ലെറ്റ്സ് സീ വാട്ട് വി ഹാവ് ടു ഡു. എൻ്റെ കിച്ചൺ ഭയങ്കര മോശമായിട്ട് കിടക്കും. ഇനി എനിക്ക് ആൻറ്റിയെ വിളിക്കണം, വൃത്തിയാക്കാൻ വരാൻ പറയണം. There's a lot of stuff I have to do. പിന്നെ എന്തുകൊണ്ട് വിശേഷങ്ങൾ പറയൂ. എല്ലാവർക്കും സുഖമായിരിക്കുന്നു. എല്ലാവരും എന്തു പറയുന്നു? എല്ലാവരുടെയും സ്കൂളൊക്കെ തുറക്കാനായല്ലോ. നമുക്ക് ഈ കോഫി മാത്രം കുടിക്കാൻ തൽക്കാലം. പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ വീട്ടിലൊരുത്തനുണ്ട് ആൻഡ് അവൻ ഇനി 10ാം ക്ലാസ്സിലേക്കാണ്. ഇനി എൻ്റെ അനിയൻ 10ിലോട്ടാണ്. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ ഫാസ്റ്റ് ഈ ഗ്രോ അപ്പ്. ലൈക്ക് ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് അവനത് 6ലോ 7ലോ അങ്ങണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് 2-3 years കഴിഞ്ഞു ഒക്കെ തന്നെ. അപ്പോഴത്തേക്കും അവൻ 10ാം ക്ലാസ് എത്തി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ചെറുക്കൻ അതിലേക്ക് കൂടെ നിക്കറ് പോയില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഓ മൈ ഗാഡ്, അവനിപ്പോൾ 10ാം ക്ലാസ്സിലെത്തിയെന്ന്.
And you know what? My brother is being a gym rat. Yeah. I hate my kid growing up. ഓരോ തവണയും അവൻ വളർന്ന് വലുതാകുമ്പോഴത്തേക്കും ഞാനും അവനും തമ്മിലുള്ള ചേച്ചി അനിയൻ ബന്ധം മാറി ഒരു എടാ പോടാ ബന്ധത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിഷ്ടമല്ല. എന്ത് ചെയ്യാൻ പറ്റും? ഞാനിട്ട കോഫി ആയതുകൊണ്ട് പറയാം നല്ല ഊളക്കാപ്പി. എന്നാലും കൂടി എനിക്ക് വലിയ കാര്യം വിശക്കൊന്നൊന്നുമില്ല. ഇപ്പം സ്കൂൾ തുറക്കുന്ന ആൾക്കാർ ബുക്കും ബാഗൊക്കെ മേടിച്ചോ എല്ലാവരും? നിങ്ങൾക്കൊക്കെ നല്ല രസമല്ലേ ബുക്കും ബാഗൊക്കെ മേടിക്കാം, പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കാം ബുക്കിൻ്റെ മണ്ടയ്ക്ക്, ബുക്കിന് കവർ ഇടാം, സ്റ്റാപ്ലെയർ അടിക്കാം, പിന്നെന്താ പേരെഴുതാം. പിന്നെ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഓർമ്മയിൽ എനിക്ക് ഫസ്റ്റിൽ നിൽക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്ന ടൈമിൽ ഫുള്ളും മഴയായിരിക്കും, എല്ലായിടത്തും മഴ. അപ്പം യൂണിഫോം മേടിക്കാൻ വേണ്ടി പോകണം, അച്ഛൻ്റെ ബൈക്കിൻ്റെ മുന്നിൽ ഇരുന്നായിരിക്കും പോകുന്നത്. യൂണിഫോം മേടിക്കാൻ മഴയൊക്കെ ആയിരിക്കും, റെയിൻ കോട്ടൊക്കെ ഇട്ട് പോകും. പിന്നെ ഷൂ മേടിക്കണം, സോക്സ് മേടിക്കണം, റിബൺ മേടിക്കണം തലയിൽ കെട്ടാനുള്ള. നെയിൽ പോളിഷൊക്കെ കയ്യിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം, മാം വഴക്കറിയില്ലെങ്കിൽ. പിന്നെ ബുക്സൊക്കെ കവർ ചെയ്യണം, കവർ ചെയ്യാതൊന്നും പോകാൻ പാടില്ല, എല്ലാ ബുക്സും കവർ ചെയ്യണം. കവർ ചെയ്ത് മണ്ടയ്ക്ക് സ്റ്റിക്കർ ഒട്ടിച്ച് പേരെഴുതണം. യൂണിഫോമും ബാഗൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അമ്മ അച്ഛനും എല്ലാവരും ഇരിക്കും. എന്നിട്ട് ബുക്ക് ഇങ്ങനെ കവർ ചെയ്യും, ഓരോ ബുക്ക് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തരും അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി. ഞാൻ എനിക്ക് തോന്നിയെടുത്ത് ചെരിച്ചും മറിച്ചും തിരിച്ചൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കും. എന്നിട്ട് അതിൻ്റെ മണ്ടേ പേരെഴുതും, ക്ലാസ് എഴുതും. കോമഡി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയൻ്റെ ബുക്കേ പേരെഴുതുന്നതും എൻ്റെ ബുക്കേ പേരെഴുതുന്നതും ഞാൻ തന്നെ. ഒരു മസിൽ മെമ്മറിക്ക് ഞാൻ അവൻ്റെ ബുക്കേ ഇഷ്ടം പോലെ തവണ എൻ്റെ പേരെഴുതി, എന്നിട്ട് അതിൻ്റെ മണ്ടയിലോട്ട് വേറെ സ്റ്റിക്കർ എടുത്ത് ഒട്ടിക്കും, എനിക്ക് വീണ്ടും എഴുതും. നല്ല രസമായിരുന്നു. ഞാൻ എൻ്റെ ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ്സിലെ കാര്യമാണ് പറയുന്നത്. അപ്പം എനിക്ക് നെയിം സ്ലിപ്പൊക്കെ മേടിക്കുമ്പോൾ നല്ല ഗേളി ആയിട്ടുള്ള ബാർബി, സിൻഡ്രല്ല, റാപ്പൻസൽ, ഏരിയലിൻ്റെ ഒക്കെ മേടിക്കും. പിന്നെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഭാഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ബോക്സ് മേടിക്കും. എൻ്റെ 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള ഞാൻ സ്കൂളിൽ കൊണ്ടുപോയ പൗച്ചും ബോക്സും ഒക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് പണ്ട് തൊട്ടേ ഒരു സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യവും ഭയങ്കരമായിട്ട് സൂക്ഷിച്ചെടുത്ത് വെക്കും. ഇനി പഴയ ഡ്രസ്സ് ആയിക്കോട്ടെ, സാധനങ്ങളായിക്കോട്ടെ, ആക്സസറീസ് ആയിക്കോട്ടെ, എനിക്കിഷ്ടമുള്ളതോ ടോയ്സോ എല്ലാം ഞാൻ കളയത്തില്ല, ആൻഡ് ആർക്കും കൊടുക്കത്തുമില്ല. ഞാൻ എടുത്ത് എങ്ങനെ സൂക്ഷിച്ച് വെക്കും. എൻ്റെ റൂമിനകത്തോട്ട് കയറുവാണെങ്കിൽ ഞാൻ ജീവിച്ച് 20 വർഷത്തെ ഓരോ സാധനങ്ങളും അതിനകത്ത് തന്നെ കാണും. അൺലെസ് ഞാൻ കാണാതെ അമ്മയോ എൻ്റെ അനിയനോ എടുത്ത് കളയുന്നതോ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇല്ലാത്തപ്പോൾ ഇവരാരെങ്കിലും അതിലേക്ക് കൈയെടുത്തതോ ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോകുന്നതോ അല്ലാതെ ഞാൻ കളയത്തില്ല. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പണ്ടൊക്കെ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. പണ്ടൊക്കെ ഞാൻ പറയും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് 18 വയസ്സായാൽ മതി. എനിക്ക് ചേച്ചിയും ചേട്ടന്മാരൊക്കെ ഉള്ളപ്പോൾ അവരോട് ഇങ്ങനെ പറയും നിങ്ങൾക്കൊക്കെ 18 വയസ്സായില്ലേ, നിങ്ങൾക്ക് ഇനി എന്ത് വേണേലും ചെയ്യാമല്ലോ, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് 18 വയസ്സായാൽ മതി. അപ്പോൾ അവരോട് എപ്പോഴും ഇങ്ങനെ പറയും ഞങ്ങളും ഇങ്ങനെ തന്നെ ആയിരുന്നു ചെറുപ്പത്തിൽ വിചാരിച്ചുകൊണ്ടിരുന്നത് 18 വയസ്സായാലും എന്തോ നല്ലതാണ്, ഇപ്പോഴും കുഞ്ഞായിട്ടിരിക്കാൻ വേണ്ടി തോന്നിയെന്നൊക്കെ പറയും. ലൈക്ക് ഞാൻ വേഗം 18 വയസ്സാവാതിരിക്കാൻ വേണ്ടി ഇവരുടെ അടുത്ത് കള്ളത്തരം പറയുന്നു. ഇവർക്ക് ഞാൻ 18 വയസ്സാവുന്നതിൽ അസൂയ ആയതുകൊണ്ട് അതൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുമായിരുന്നു. വൺസ് ഞാൻ 18 വയസ്സ് കയറി കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ ആയി, കോളേജിൽ പോയി. കോളേജ് മേ ബി ഐ വിൽ ഡ്രോപ്പ്. ഈ വീഡിയോ എൻ്റെ അമ്മ കാണുന്നുണ്ട്, ഈ നിമിഷമായിരിക്കും എൻ്റെ അമ്മ അറിയുന്നത് എനിക്ക് കോളേജ് ഡ്രോപ്പ് ചെയ്യാൻ ഒരു ചെറിയ പ്ലാനിങ്ങിൽ എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യം. ഞാൻ സെലക്ട് ചെയ്ത് പോയ കോളേജ് അതുകൊണ്ട് എനിക്ക് ആരെയും കുറ്റം പറയാനും പറ്റത്തില്ല. ആൻഡ് ഐ ഹേറ്റ് ദാറ്റ് കോളേജ്. അവിടെ പഠിത്തം ഒഴിച്ച് ബാക്കി എല്ലാം നടക്കുന്നുണ്ട്, ഒന്നും ശരിയല്ല. +2 കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ബാംഗ്ലൂർ പോയി. അപ്പോൾ എനിക്ക് കുറച്ച് ഡിഫറൻസ് ഒക്കെ മനസ്സിലായി തുടങ്ങി. എനിക്ക് സോഷ്യൽ മീഡിയ ഉള്ളപ്പോൾ തൊട്ട് എൻ്റെ മാക്സിമം കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് നോക്കുന്നത്. ആൻഡ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഐ റൺ തിങ്സ് ബൈ മൈ ഓൺ. ആൻഡ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എങ്ങനെയെങ്കിലും ഒന്ന് കുഞ്ഞായിട്ടിരുന്നാൽ മതിയെന്ന്. എന്ത് രസമായിരുന്നു, ഒന്നും അറിയണ്ടായിരുന്നു, ഒന്നും ബോധർ ചെയ്യത്തില്ലായിരുന്നു, ഒരു കാര്യം എന്നെ ടെൻഷൻ എടുപ്പിക്കുന്നില്ലായിരുന്നു. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും മ്ലാക്ക് എന്ന് പറഞ്ഞ് നടക്കുക. രാവിലെ ഭക്ഷണം കഴിക്കുക, സ്കൂളിൽ പോകണമെങ്കിൽ സ്കൂളിൽ പോവുക, വെക്കേഷൻ ആണെങ്കിൽ അടിച്ചു പൊളിക്കുക, ഇങ്ങനെ ഓരോ പരിപാടികളായി ഇങ്ങനെ ഇരിക്കും. ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയാലോ. So guys, I am back to my bedroom. എനിക്ക് ഇവിടെ വെള്ളം ഇരിക്കുന്നുണ്ട്. സോ ഐ ആം ഡ്രിങ്കിങ് കുറച്ച് വാട്ടർ. നിങ്ങളും ദിവസവും വെള്ളം കുടിക്കും, ചൂടൊക്കെ അല്ലേ. എനിക്ക് കുറേ നേരം ലിവിങ് റൂമിൽ റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റിയില്ല, ബിക്കോസ് അവിടെ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഒടുക്കുന്ന ചൂട്, മുംബൈത്തെ ചൂട്. വാവ്. ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വെച്ചാൽ ഞാനാ. ബട്ട് എനിക്ക് തോന്നുന്നു സം ഓണസ്റ്റ് ടോക്സ് കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എൻ്റെ ഇവിടെ ഒരു സാധനമുണ്ട്, കണ്ടോ? എനിക്ക് അത് തന്നതാ, ഇനിയുണ്ട് കാണിക്കാൻ. വെയിറ്റ്. ഇതൊക്കെ കൂടെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു, ഞാൻ എവിടെ വെച്ചെന്ന് മറന്നുപോയി. ഇതാണ് ഗൈസ് എൻ്റെ പ്ലാനർ കം ജേർണൽ. ഇതിനകത്താണ് എൻ്റെ ലൈഫ് ഇവൻറ്റ്സ് ഒക്കെ ഞാൻ എഴുതി വെക്കുന്നത്. ആൻഡ് ഐ ഹോപ്പ് ഇതിനകത്തായിരിക്കും ആ ലെറ്റർ ഞാൻ വെച്ചേക്കുന്നത്. കുഞ്ഞൊരു ലെറ്റർ.
പൊന്നായി. എന്നെ വീട്ടിൽ വിളിക്കുന്നത് പൊന്നു എന്നാ. And this guy calls me പൊന്നായി. Yeah, and he's my sundari, you know. And just a little something to make you smile. I'm really sorry, love you more than ever. Call me baby. And it's like ഞാൻ ചില സമയത്ത് വഴക്കിടുമ്പോൾ ഒക്കെ ഔട്ട് ഓഫ് നോവർ അവൻ എനിക്ക് ഫുഡ് ഓർഡർ ചെയ്ത് തരും ആൻഡ് ഫ്ലവേഴ്സ് മേടിച്ച് തരും. ഇപ്പോൾ ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണല്ലോ, അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒരാൾ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നു. ഞാൻ നോക്കുമ്പോഴത്തേക്കും മാം സർപ്രൈസ് ഫോർ യു, യുവർ ബോയ് ഫ്രണ്ട് ഓർഡർഡ് ഫ്ലവേഴ്സ്. അപ്പോൾ ഐ വിൽ ബി സോ ഹാപ്പി. അയ്യോ എന്നാകും. എന്നിട്ട് ഞാൻ എല്ലാം മറന്നു, വഴക്കിട്ട കാരണം മറന്നു, വഴക്കിട്ടതും മറന്നു, അവൻ ഏതാന്നും ഞാൻ മറന്നു. കുറെ നേരം ഞാൻ പിന്നെ ഇതിന്റെ പുറകെ ആയിരിക്കും. പൂവിന്റെ ഫോട്ടോ എടുക്കുന്നു, പൂ പിടിച്ച ഫോട്ടോ എടുക്കുന്നു, പൂ തലോടിക്കുന്നു, പൂ താലോലിക്കുന്നു, വലിയ പരിപാടിയൊക്കെ ആയിരിക്കും. ആൻഡ് ഇതാണ് എൻ്റെ പ്ലാനർ. എൻ്റെ ആൻറ്റി ബക്കറ്റ് ലിസ്റ്റിൽ കിടക്കുന്നത് ഓവർ തിങ്കിങ്, വേറെ ഒന്നും ഞാൻ പറയുന്നില്ല തൽക്കാലം. പിന്നെ ബക്കറ്റ് ലിസ്റ്റിൽ കിടക്കുന്നത് വിസിറ്റ് അറ്റ്ലീസ്റ്റ് 2 countries this year. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ദാറ്റ് ഈസ് പോസിബിൾ എന്ന്. നമുക്ക് അടുത്ത വർഷം പിടിക്കാം. ആൻഡ് കോണ്ടിനെന്റൽ, ഓക്കെ, എൻ്റെ അനിയൻ പറയുന്നുണ്ടായിരുന്നു അവനൊരു ബൈക്ക് വേണം കോണ്ടിനെന്റൽ, വെറുതെ വീട്ടിൽ കാണാനിടാനാ. ഞാൻ ഓടിക്കത്തൊന്നുമില്ല, ഇപ്പൊ തന്നെ അവൻ്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. ബൈ അപ്പു എ ഗോൾഡ് ചെയിൻ. സോ എൻ്റെ അനിയൻ ഈ പറയുന്ന ആക്സസറീസ് ഒന്നും അങ്ങനെ അധികം ഇട്ടിട്ടൊന്നുമില്ല. അപ്പം അവന് ഐ വോണ്ട് ടു ബൈ എ ഗോൾഡ് ചെയിൻ. അയ്യോ, ഗെറ്റ് എ ഡ്രൈവേഴ്സ് ലൈസൻസ്. 20 വയസ്സായി. എൻ്റെ പണ്ടത്തെ ഒരു ഇതിൽ നിന്ന് ഓ മൈ ഗോഡ് കാറോ ഞാൻ ഹാൻഡിൽ ചെയ്യും, പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്യും, 18 വയസ്സാവട്ടെ ഞാൻ ലൈസൻസ് എടുക്കുന്നു എന്നായിരുന്നു. 18 വയസ്സായിട്ട് എനിക്ക് 2 വർഷമായി, എന്നിട്ട് ഞാൻ ഏതൊരു ലൈസൻസ് എടുത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്കൂട്ടറും കൊണ്ട് പോയി എൻ്റെ കൂട്ടുകാരിനെ മറിച്ചിട്ട് അവളുടെ ഇവിടെ 2 സ്റ്റിച്ച് പിടിപ്പിച്ചു. എൻ്റെ ഫോണും പൊട്ടി, അതും അടിപൊളിയായിരുന്നു. അത് പിന്നെ എനിക്ക് സ്കൂട്ടർ എടുക്കാൻ പേടിയാണ്. എൻ്റെ മാമന്മാരും എൻ്റെ അനിയനൊക്കെ കൂടി എനിക്ക് സ്കൂട്ടർ തരും. അവന്മാരാണെങ്കിൽ എനിക്ക് അങ്ങേയറ്റം കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് ഞാനൊരാൾ സ്കൂട്ടർ ഓടിക്കായിരിക്കും, അവന്മാർ 2 പേര് എൻ്റെ ബാക്കിൽ കയറിയിരിക്കും. അവിടെ എനിക്ക് സ്കൂട്ടർ ഓടിക്കുമ്പോഴത്തേക്കും കൈയൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് നമുക്കത് പിന്നത്തേക്ക് മാറ്റി വെക്കാം. മേ ബി ഐ ഡോണ്ട് നോ, ചിലപ്പോൾ ഞാൻ എടുക്കും. ഇപ്പോഴത്തെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലേസിയാണ്. ഇപ്പം എനിക്ക് എങ്ങനെയും കിടന്നുറങ്ങി എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുപ്പിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പം ഞാൻ ഉള്ളത്. നേരം വെളുത്തു കഴിഞ്ഞാൽ വീണ്ടും കിടന്നുറങ്ങണം. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പോയിന്റ് ഓഫ് ലൈഫ്. കാറിന്റെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഞാൻ ലേണേഴ്സ് ഒക്കെ ക്ലിയർ ചെയ്തായിരുന്നു, പക്ഷെ റോഡ് അധികം പോയില്ല. അതിന് മുന്നേ ഞാൻ മുംബൈയിലേക്ക് വന്നു, പിന്നെ അതവിടെ വെച്ച് അങ്ങനെ നിന്നുപോയി. പിന്നെ ഗെറ്റ് എ ന്യൂ കാർ. I already have a car that belongs to my mom. I want to buy a new car by myself. I think അതും ഈ വർഷം നടക്കാൻ ചാൻസ് ഇല്ല. മാക്ബുക്ക് ഞാൻ ഓൾറെഡി ഈ വർഷത്തെ ഈ ലാപ്ടോപ്പ് മേടിച്ചു. I don't think that I will need a MacBook for video editing and all. I don't know if I need that. അങ്ങനെ വേണമെങ്കിൽ ഞാൻ ഉറപ്പായും മേടിക്കും. ഇത് ഞാൻ എന്തോ അപ്പോഴത്തെ ആ ഒരു ചുരുക്കിന് എഴുതിയതെന്ന് തോന്നുന്നു. ഇതൊന്നും ഞാൻ വെറുതെ പറയുമല്ല, ഇതൊക്കെ ഇതിനകത്തുണ്ട്. 100K subscribers on YouTube. Damn bro, we are close. We are very close. And buy a new dog. Since Nemo കേരളത്തിലായതുകൊണ്ട് I feel very lonely here. അപ്പം ഞാൻ എഴുതിയതെന്ന് തോന്നുന്നു പുതിയൊരു ഡോഗിനെ മേടിക്കണമെന്ന്. ബട്ട് നീമോനോടുള്ള സ്നേഹം നീമോനോട് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇത്. ഞാൻ മേടിച്ച് കഴിയുകയാണെങ്കിൽ ഓഫ് കോഴ്സ്. ആൻഡ് ഓൾസോ ഐ എം ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇത് രണ്ടെണ്ണം വി വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ സൂൺ. പിന്നെ എൻ്റെ മൈ ഇംപ്രൂവ്മെൻറ്റ് പ്ലാനിൽ എഴുതിയേക്കുന്നത് ബോഡിയിൽ ലൂസ് വെയിറ്റ്. ഓഫ് കോഴ്സ് ഐ ഡിഡ് ലൂസ് വെയിറ്റ്. Get dimples, I did. Sort out the skin issue. എനിക്ക് സ്കിൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്കൊരു അലർജി വന്നിട്ട് എൻ്റെ ഫേസിൽ കുറച്ച് റാഷസ് ഉണ്ടായിരുന്നു. അത് ഇപ്പം ഓക്കെ വരുന്നുണ്ട്. സോ വി ആർ ഓൺ ഇറ്റ്. മൈൻഡിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ ഇസ് ലൈക്ക് ഓക്കെ, സ്റ്റേ കാം വെൻ യു സീ പീപ്പിൾ ബിട്രേയിങ് യു റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. യോ ഗൈസ്, സീരിയസ്ലി ആസ് എ ഫ്രണ്ട് ടു ഫ്രണ്ട് എന്നുള്ളൊരു ടോക്കിംഗ്, ലെറ്റ് മീ ടെൽ യു സംതിങ്. നെവർ ട്രസ്റ്റ് എനിവൺ. നിങ്ങളുടെ ജീവിതത്തിൽ 2 റൂൾസ് ഉണ്ടാവാൻ പാടുള്ളൂ. റൂൾ നമ്പർ 1, വി ഡോണ്ട് ട്രസ്റ്റ് എനിവൺ. റൂൾ നമ്പർ 2, never forget rule number 1. This is the bitter truth that we have to accept and move on. ആരും നമ്മുടെ കൂട്ടത്തിൽ കാണത്തില്ല, നമുക്ക് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. സോ യു ബെറ്റർ ഡു യുവർ തിങ്സ്, കേട്ടോ? ഇല്ലെങ്കിൽ മുഞ്ചി തെറ്റി ഇരിക്കും, കേട്ടോ? Stay calm when you see people betray you right in front of you is because ഇത് ഞാൻ എഴുതാൻ കാരണം എനിക്ക് തോന്നുന്നു ഈ വർഷം ഞാൻ ഒരുപാട് തരത്തിലുള്ള കുത്തലുകൾ അനുഭവിച്ചു. ഫ്രം മൈ ലവ്ഡ് വൺസ് ആൻഡ് ഓൾ. സോ ഐ ഫീൽ ലൈക്ക് അതുകൊണ്ടാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. മൈ ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ ഓൺ റിലേഷൻഷിപ്പ്. ടോക്ക് ലവ്, ഗീവ് ലവ്, ടേക്ക് കെയർ ഓഫ് ഹിം. ബാക്കിയൊന്നും തൽക്കാലത്തേക്ക് ഞാൻ പറയുന്നില്ല. ഏതാ മൈ ടോപ്പ് 5 ഗോൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മേക്ക് ലോട്ട്സ് ഓഫ് മണി, ഫൈൻഡ് ടൈം ഫോർ ദ ഫാമിലി, ലെറ്റ് ഗോ ഗ്രഡ്ജസ് ടു എവ്രി വൺ. അപ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാരോട് ചെറിയ ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം. And I don't think it's happening this year. Get rid of the skin issue, get in a good shape. അപ്പോൾ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ജേർണൽസ് എഴുതാറുണ്ട്. ആൻഡ്
മോസ്റ്റ്ലി ഞാൻ ജേർണൽസ് എഴുതുന്നത് എൻ്റെ 2 ഫോണിലാണ്. എൻ്റെ 2 ഫോണിൻ്റെ നോട്ട്സിനകത്ത് നോക്കുവാണെങ്കിൽ പല കാര്യങ്ങളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ബുക്സൊക്കെ ക്യാരി ചെയ്തിട്ട് ജേർണൽസ് എഴുതുന്നത് ഭയങ്കര കുറവാണ്. എനിക്ക് ഭയങ്കര ഒരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഐ പ്രിഫർ ബുക്ക്. അല്ലാത്ത സമയത്ത് ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഐ പ്രിഫർ ഫോൺ. ഓക്കെ, നൗ ലെറ്റ്സ് ഡു വൺ തിങ്. ലെറ്റ്സ് ട്രൈ കോളിംഗ് സുന്ദരി. ഓക്കെ, ഹലോ. എണീറ്റില്ലേ ഇതുവരെ? ഉറങ്ങുവാണോ നീ? എണീക്ക്, 10 മണിയായല്ലോ. നീ എന്താ എണീക്കാത്ത ഇത്ര നേരമായിട്ട്? അതെന്താ 3 മണിക്ക് കിടന്ന്? ആണോ ഉണ്ണി? സോറി ഉണ്ണി. എന്നാ സോറി. എങ്കിൽ ശരി, ഉറങ്ങിക്കോ. ബൈ ബൈ. I love you. I love you. Bye. ചാ. ഇന്നലെ ഞങ്ങൾ കിടക്കുമ്പോൾ സമയം ഒരുപാട് ലേറ്റായി. ചില സമയത്ത് എനിക്ക് ഭയങ്കര ഒറ്റപ്പെടൽ തോന്നി. എനിക്ക് ഭയങ്കരമായിട്ട് അവരെ മിസ് ചെയ്യാം. അപ്പൊ എനിക്ക് ഇവനോട് ഭയങ്കര ദേഷ്യം വരും. വെനെവർ എനിക്ക് ഇവനെ മിസ് ചെയ്യുമ്പോൾ എനിക്ക് അവനെ ദേഷ്യം വന്ന് അവൻ എനിക്ക് വലിയ കല്ലിൽ വെച്ച് ഇങ്ങനെ തേക്കാനുള്ള ദേഷ്യം എനിക്ക് വരും. എൻ്റെ കൈ മേനിച്ചോട്ടോ, ശരിക്കും മേനിച്ചോളൂ അറിയാലോ. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ ബ്രോ ഭയങ്കര വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൻ വഴക്ക്. അമ്പിനും വില്ലിനും എടുക്കുന്നില്ലായിരുന്നു, അങ്ങനത്തെ വഴക്ക്. എനിക്കറിയാം, somehow I know, എനിക്ക് I miss this guy, that's why I am making all these stories up. എൻ്റെ തലയിൽ ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുക. ഞാൻ തന്നെത്താനെ എൻ്റെ മനസ്സിലിങ്ങനെ ഇരുന്ന് ആലോചിച്ച് കൂട്ടി. എനിക്ക് ആരും ഇല്ല, അങ്ങനെ ഇങ്ങനെയാ മറ്റേതാ മറിച്ചതാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഞാൻ ദേഷ്യപ്പെടും, വഴക്കിടും, പിന്നെ വലിയ പ്രശ്നമാകും. പിന്നെ അവ സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ അമ്പിനും വില്ലിനും എടുക്കത്തില്ല. അങ്ങനെ ഉറക്കം കളഞ്ഞ് 3 മണി വരെ ഇങ്ങനെ ഇരുന്ന്. അങ്ങനെ വെളുപ്പിനെ 3 മണിയൊക്കെ ആയപ്പോൾ വഴക്കിട്ട് ലാസ്റ്റ് ഞാൻ ഉറങ്ങിപ്പോയി. സോ ആയത്തോട്ട് ഇന്ന് രാവിലെ വിളിച്ചൊന്ന് സന്തോഷിപ്പിച്ചേക്കാം, ഒന്ന് സോറിയൊക്കെ പറഞ്ഞേക്കാം എന്നൊക്കെ വിചാരിച്ചു. ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം. പിന്നെ രാവിലെ ഫ്ലവറൊക്കെ കണ്ടപ്പോൾ ഞാൻ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ഫ്ലോപ്പായി കൂട്ടുകാരെ. നമ്മളിപ്പോൾ വേറെ എന്തോ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും വൈകുന്നേരം ഈ വീഡിയോ വന്നിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. എന്തോ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയാം എന്തായാലും. അപ്പോൾ അത്രേ ഉള്ളൂ കേസ്. ഇന്ന് രാവിലെ വീഡിയോ എടുക്കാൻ നോക്കി തന്നെ വലിയ ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ നമുക്ക് ഒരു നാളും ഇല്ലാത്തോട്ട് നമ്മൾ അതും പോസ്റ്റ് ചെയ്തിരിക്കും. അതുവരെ ബൈ ബൈ. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുതേ നിങ്ങൾ. ബൈ.